Good morning all. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന ടോപ്പിക്ക് 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്താണെന്നുള്ളതാണ്. Basically 73rd and 74th Constitutional Amendment Act were added to the Constitution in the year 1992. 1992 ഈ പറഞ്ഞ 73rd and 74th Constitutional Amendment നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത് 1992. The new parts were added into the chapter 9 and 9A. 9ൽ അതുപോലെ പഞ്ചായത്തും അതുപോലെ 9A മുനിസിപ്പാലിറ്റീസും എന്ന് പറഞ്ഞിട്ടാണ് ഈ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ന്യൂ പാർട്ടായിട്ടുള്ള പുതിയ പാർട്ടായിട്ടുള്ള 9ാമത്തെ ചാപ്റ്ററിൽ ചാപ്റ്റർ 9ഉം അതുപോലെ ചാപ്റ്റർ 9Aയിലും ഈ പറഞ്ഞ 9ൽ ചാപ്റ്റർ 9ൽ പഞ്ചായത്തിനെയും അതുപോലെ ചാപ്റ്റർ 9Aയിൽ മുനിസിപ്പാലിറ്റീസ് എന്ന പേരിലും ഇതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. These acts came into force on April 24, 1993 and June 1, 1993 respectively. അതായത് 73rd Amendment Act is for പഞ്ചായത്ത് ആൻഡ് 74th Amendment Act is for മുനിസിപ്പാലിറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്റ്റുകൾ എന്താ പറയുക എൻഫോഴ്സ് ചെയ്യുക നടത്തപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത് ഡിഫറെൻറ്റ് ഡേറ്റുകളിലൂടെയാണ്. അതിൽ ആദ്യത്തെ 73rd Amendment Act April 24, 1993 തൊട്ട് അത് കെയിം ഇൻ ടു ഫോഴ്സാണ്, വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ 74th Amendment Act June 1, 1993 അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതായത് 73rd Amendment Act 74th Amendment Act തുടങ്ങാനുണ്ടായിട്ടുള്ള കുറച്ച് എന്താ പറയുക പൊളിറ്റിക്കൽ റീസൺസ് അല്ലെങ്കിൽ ആരാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളതെന്നൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇനി നോക്കുന്നത്. അതിൽ ലേറ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മളുടെ പഴയ പണ്ടത്തെ 1984 കാലഘട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മളുടെ രാജീവ് ഗാന്ധി 1984 കാലഘട്ടത്തിൽ തന്നെയാണ്, അതായത് ആഫ്റ്റർ ഇന്ദിരാഗാന്ധിൻ്റെ സക്സഷന് ശേഷം എടുത്തിട്ടുള്ള ആളാണ് രാജീവ് ഗാന്ധി. ലേറ്റ് PM രാജീവ് ഗാന്ധി ഇൻട്രൊഡ്യൂസ്ഡ് the 64th Constitutional Bill in the Parliament in the year 1989. അതായത് പാർലമെൻറ്റിൽ 64th കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ലായിട്ട് എന്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ ഈ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലുള്ള കാര്യങ്ങൾ 64th കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ലെന്ന് പറഞ്ഞിട്ട് രാജീവ് ഗാന്ധി 1989 പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ദ ബിൽ ഗോട്ട് റിജക്റ്റഡ് ഇൻ ദ രാജ്യസഭ ബിക്കോസ് ഇറ്റ് വാസ് നോൺ കൺവിൻസിങ്. പക്ഷേ ആ ബില്ല് എന്ത് ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പാർലമെൻറ്റിലുണ്ടായിരുന്ന ആൾക്കാർ അതിന് അതായത് രാജീവ് ഗാന്ധിക്ക് കൃത്യമായിട്ട് അത് എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാവും, കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് തന്നെ അത് റിജക്റ്റായി പോയിട്ടുണ്ട്. The main criticism against the bill was that it offered little authority to state in the design of local government. ഒരു ക്രിറ്റിസിസം അതായത് 64th കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ല് രാജീവ് ഗാന്ധി 1989 പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെയുള്ളൊരു വലിയ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഗവൺമെൻറ്റിന് കൂടുതൽ പവേഴ്സ് കൊടുക്കുകയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറച്ച് താഴ്ത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ബില്ല്. അതുകൊണ്ടായിരുന്നു അതിന് അത്രയും രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി ലോസ് ദ ജനറൽ എലക്ഷൻ ടു. അതായത് ഈ ഒരു 64th കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ല് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് പിന്നീടുള്ള ജനറൽ ഇലക്ഷനിൽ തോൽവി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 64th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഇൻ ദ ഇയർ 1991 PV നരസിംഹ റാവു ബിക്കേം ദ PM ഓഫ് ഇന്ത്യ. 1991 PV നരസിംഹ റാവു നമ്മളുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് വന്നു. അതുപോലെ ഇൻ സെപ്റ്റംബർ 1991 സെപ്റ്റംബറിൽ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് were introduced in the parliament by his government. PV നരസിംഹ റാവുവിൻ്റെ ഗവൺമെൻറ് 1991 സെപ്റ്റംബറിൽ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. അതായത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞത് അവർ
തേർഡ് അമെൻമെൻറ്റ് ഈസ് ഫോർ പഞ്ചായത്ത് അല്ലെങ്കിൽ റൂറൽ ബോഡി, ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് 73rd അമെൻമെൻറ്റ് ആക്ട്. 74th ഈസ് ഫോർ മുനിസിപ്പാലിറ്റി. അത് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ അർബൻ ഏരിയ, നമ്മുടെ നഗരങ്ങളിലെ വികസനത്തിന് വേണ്ടിയിട്ടാണ് 74th അമെൻമെൻറ്റ് ആക്ട്. ദ ബിൽ ഗോട്ട് അക്സെപ്റ്റൻസ് ബൈ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ്. അതായത് മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സും ഈ ബില്ല് ആക്സെപ്റ്റ് ചെയ്തു. 73rd ആൻഡ് 74th അമെൻമെൻറ്റ് ആക്ട് ആക്സെപ്റ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ പ്രസിഡൻ്റായിട്ട് അന്നിരുന്ന ശങ്കർ ദയാൽ ശർമ്മ ഗേവ് ഹിസ് അസെൻറ്റ് ടു ദ ബിൽ ഓൺ 20th April 1993. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള ശങ്കർ ദയാൽ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 20th April 1993 ഈ 2 അമെൻമെൻറ്റ് ആക്ടിനും അസെൻറ്റ്, അതായത് അതിൻ്റെ അനുമതി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത്രയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി ഓരോരോ, അതായത് 73rd അമെൻമെൻറ്റ് ആക്ട് എന്താണ്, അല്ലെങ്കിൽ 74th അമെൻമെൻറ്റ് ആക്ട് എന്താണെന്നുള്ളത് നോക്കാം. സോ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. 73rd Constitutional Amendment Act 1992 is covering provisions from Article 243 to 243O. അതായത് ഈ പറഞ്ഞ 73rd Constitutional Amendment Act 1992 അത് കവർ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 243 to 243O. അതായത് സെക്ഷൻസ് ഉണ്ടാവും, ABCD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ഉണ്ടാവും. അത് ആർട്ടിക്കിൾ 243O വരെ അത് ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ പറയാനുള്ളത്. പിന്നുള്ളത് ദിസ് അമെൻമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ദ ആർട്ടിക്കിൾ 40 ഓഫ് DPSP. അതായത് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആർട്ടിക്കിൾ 40ൽ പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് വേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഷാൽ ഫൈൻഡ് എ വേ ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആൻഡ് ഇൻവെസ്റ്റ് ദം വിത്ത് സച്ച് പവേഴ്സ് ആൻഡ് അതോറിറ്റി ആസ് മൈറ്റ് ബി ഇമ്പോർട്ടൻറ്റ് ടു എംപവർ ദം ടു വർക്ക് ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. അതായത് സ്റ്റേറ്റ് ഒരു ഷാൽ ഫൈൻഡ് എ വേ, ഒരു വഴി കണ്ടെത്തണം. എന്തിനെന്ന് വെച്ചാൽ വില്ലേജ് പഞ്ചായത്തിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ, അവർക്ക് കൂടുതൽ പവേഴ്സ് കൊടുത്തിട്ട് അവരെ ഒരു യൂണിറ്റ്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരുമയെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒത്തു നിർത്തിക്കാനുള്ള ഒരു വേ എന്തായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 40 ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത്. പിന്നുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ്, 73rd അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത്. പാർട്ട് 9 ആണ്. അതായത് പാർട്ട് 8 ശേഷം പാർട്ട് 9 ഇമ്മീഡിയറ്റ്ലി കൊണ്ടുവന്നു. അതായത് സംടൈംസ് ദേ ടേക്ക് ടൈം, അവർ കുറച്ച് സമയം എടുക്കും ഓരോരോ പാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ പാർട്ട് 8 കൊണ്ടുവന്നതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി പാർട്ട് 9 കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാർട്ട് 9 ഈ പറഞ്ഞ 73rd അമെൻമെൻറ്റ് ആക്ട് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ 10th ഷെഡ്യൂളിനെ 11th ഷെഡ്യൂളിലേക്ക് മാറ്റി. അതായത് 10th ഷെഡ്യൂളിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിനെ 11th ഷെഡ്യൂളിലേക്ക് മാറ്റി. അതിൽ 243 ആർട്ടിക്കിൾ 243G സെക്ഷനിൽ പറയുന്നത് വിച്ച് ഓഫേഴ്സ് ദ ഡീറ്റെയിൽ ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ 243G എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ തരത്തിലുള്ള ഫങ്ഷൻസാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഷോർട്ടിൽ പറയും PRIS എന്ന് പറയും. ഷോർട്ടാക്കിയിട്ട് ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. PRI ഷോർട്ട് ഇൻ ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ ഷോർട്ടാക്കിയിട്ട് S എന്ന് കൊടുത്താൽ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പഞ്ചായത്ത് ഷാൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എവറി സ്റ്റേറ്റ് അറ്റ് ദ വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. അതിൽ ഒരു വേറെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും, അതായത് വില്ലേജിലും ബ്ലോക്കിലും ഡിസ്ട്രിക്ട് ലെവലിലും പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് ഈ ഒരു അമെൻമെൻറ്റിൽ പറയുന്നത്. ബട്ട് സ്റ്റേറ്റ്സ് ഹാവിങ് ലെസ് ദാൻ 20 lakh പോപ്പുലേഷൻ ഹാവ് ചോയ്സ് ഓഫ് നോട്ട് ഹാവിങ് പഞ്ചായത്ത് ഇൻ ബ്ലോക്ക് ലെവൽ. പക്ഷേ സ്റ്റേറ്റുകൾ, ചില സംസ്ഥാനങ്ങൾക്ക് 20 ലക്ഷത്തിൽ താഴെ ജനങ്ങളുള്ളെങ്കിൽ അവിടെ ബ്ലോക്ക് ലെവലിലുള്ള പഞ്ചായത്തിൻ്റെ ആവശ്യം വേണോ എന്നുള്ളത് അവർക്ക് തീരുമാനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ്. പിന്നെ ഉള്ളത് ദ എലക്ഷൻസ് ടു
പഞ്ചായത്ത് ഫോർ ഓൾ മെമ്പേഴ്സ് ആർ ഡയറക്റ്റ്. അതായത് പഞ്ചായത്തിലേക്കുള്ള എല്ലാ മെമ്പേഴ്സിനുള്ള എലക്ഷൻസും ഡയറക്റ്റ് ആയിട്ടാണ് നടക്കുക. പക്ഷേ ചെയർപേഴ്സണിനുള്ള എലക്ഷൻസ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് എവിടെ നടക്കുക, ഡിസ്ട്രിക്റ്റിലും ബ്ലോക്ക് ലെവലിലും നടക്കാറുള്ളത്, വില്ലേജ് ലെവലിലല്ല. അതായത് എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിൽ എല്ലാ വില്ലേജ് ലെവലായിക്കോട്ടെ, ഡിസ്ട്രിക്ട് ലെവലായിക്കോട്ടെ ആൻഡ് ബ്ലോക്ക് ലെവൽ, അവിടുത്തെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് എപ്പോഴും ത്രൂ ഡയറക്റ്റ് ആയിരിക്കും. അതായത് പീപ്പിൾ തന്നെ സെലക്ട് ചെയ്യുകയാണ്. പക്ഷേ ഡിസ്ട്രിക്ട് ലെവലിലെയും അതുപോലെ ബ്ലോക്ക് ലെവലിലെയും ചെയർമാനെ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ സീറ്റ് റിസർവേഷൻ ഫോർ SC/ST ഈസ് അക്കോർഡിംഗ് ടു ദ പ്രൊപ്പോർഷൻ ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ. അതായത് അവിടുത്തെ നമ്മളുടെ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ച് ജനസംഖ്യയുടെ അനുപാതത്തിനനുസരിച്ച് SC/ST റിസർവേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നുള്ളത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ പ്രൊവൈഡഡ് വിത്ത് എ യൂണിഫോം ടേം ഓഫ് 5 years. ഈ പറഞ്ഞ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്, അതായത് ലോക്കൽ ഗവൺമെൻറ്റിന് 5 വർഷത്തെ കാലാവധിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം 6 മാസത്തിനുള്ളിൽ റീ എലക്ഷൻ നടത്തിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളതാണ്. പിന്നെ ഒരു എലക്ഷൻ കമ്മീഷൻ ഇവിടെ ഓരോ പഞ്ചായത്തുകൾക്കും വേണ്ടിയിട്ടുണ്ടാവും. അണ്ടർ സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷണറിൻ്റെ കീഴിൽ ഓരോരോ എലക്ഷൻ കമ്മീഷനുകൾ അവർക്ക് ഉണ്ടാവും. പിന്നെ ഉള്ളത് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഗിവൺ ദ അതോറിറ്റി ടു പഞ്ചായത്ത് ടു കളക്ട് ലോക്കൽ ടാക്സസ് ആൻഡ് ഗ്രാൻഡ് എയ്ഡ്. അതായത് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ലോക്കൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഫോർ ഗെറ്റിംഗ് ടാക്സ് കളക്ട് ചെയ്യാനോ. പഞ്ചായത്തുകളുടെ ടാക്സ് നിങ്ങൾക്കറിയാം, വില്ലേജിലൊക്കെ സ്ഥലമിടപാടുകളൊക്കെ നടക്കുമ്പോൾ ടാക്സ് അതുപോലെ ഗ്രാൻഡൊക്കെ അവർക്ക് കൊടുക്കാൻ ആയിട്ടും ഇതിൽ ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇത്രയാണ് 73rd അമെൻമെൻറ്റ് ആക്ട്. ഇനിയുള്ളത് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റാണ്. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അസെൻറ്റ് കിട്ടിയിട്ടുള്ളത് സെയിം ലൈക്ക് 20th ഏപ്രിലാണ്. പക്ഷേ ജൂൺ 1-നാണത് കെയിം ഇൻ ടു ഫോഴ്സ് വന്നിട്ടുള്ളത്. 1993 ജൂൺ 1-നാണത് ഫോഴ്സിൽ വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ദ അർബൻ ലോക്കൽ ഗവൺമെൻറ് വിൽ ബി ഫോർ ലാർജർ ഏരിയാസ്. അതായത് ഈ പറഞ്ഞ അർബൻ ലോക്കൽ ഗവൺമെൻറ്, ഇപ്പോൾ ഈ 74th അമെൻമെൻറ്റ് ആക്ട് ഈസ് ഫോർ മുനിസിപ്പാലിറ്റിയാണ്. അർബൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് 74th അമെൻമെൻറ്റ് ആക്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫോർ ലാർജർ ഏരിയാസിൽ അവിടെ എന്തുണ്ടാവും, മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഉണ്ടാവും. പക്ഷേ ഇത്തിരി സ്മോളർ ഏരിയ ആണെങ്കിൽ അവിടെ മുനിസിപ്പൽ കൗൺസിൽസ് ആയിരിക്കും ഉണ്ടാവുക. ഡയറക്റ്റ് എലക്ഷൻസ് ഇൻ ദ മാനർ ഓഫ് എലക്ഷൻ ഓഫ് ലോക്സഭ സീറ്റിനൊക്കെ വേണ്ടിയിട്ട് എലക്ഷൻസ് നടക്കുന്ന പോലെ തന്നെയായിരിക്കും നടക്കുക, ഇവരുടെയും എലക്ഷൻസ് നടക്കുക. അതുപോലെ 1/3 ഓഫ് സീറ്റ്സ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും സ്ത്രീകൾക്ക് വേണ്ടി. അത് SC ആയിക്കോട്ടെ ST ആയിക്കോട്ടെ, ഈ പറഞ്ഞ 1/3 പാർട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുനിസിപ്പൽ ഫണ്ട്സ്, അതായത് മുനിസിപ്പാലിറ്റിക്കുള്ള വരുമാനം ടാക്സുകളിലൂടെ, ടോള്, അതുപോലെ ഡ്യൂട്ടീസ്, ഫീ, ഗ്രാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടാനും സാധിക്കും. പിന്നെ വാർഡ് കമ്മിറ്റീസ് വർ ക്രിയേറ്റഡ് ഫോർ ബെറ്റർ ആക്സസ് ടു ദി സിറ്റിസൺസ്. അതായത് വാർഡ് കമ്മിറ്റീസും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൾക്കാർക്ക് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് വാർഡ് കമ്മിറ്റീസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ഹിസ്റ്ററിയിൽ, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ ഈ പറഞ്ഞ 2 അമെൻമെൻറ്റ് ആക്ട് വല്ലാത്ത രീതിയിലുള്ള, അതായത് ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിണാമങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഓരോരോ സ്കോളേഴ്സ് ആയാലും തിങ്കേഴ്സ് ആയാലും പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപാട് തരത്തിലുള്ള മാറ്റം നമ്മളുടെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള 2 അമെൻമെൻറ്റ് ആക്റ്റാണ് ഈ 73rd ആൻഡ് 74th അമെൻമെൻറ്റ് ആക്ട്. ഇത്രയാണ് 73rd 74th അമെൻമെൻറ്റ് ആക്റ്റും.